മരിക്കാൻ പോലും നിങ്ങളോടൊപ്പം വരാൻ തയ്യാറാവുന്ന ഒരേ ഒരു ജീവി, അത് മിണ്ടാപ്രാണിയാണ്, ആ നായയാണ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഇന്ന് ഞാനൊരു പ്രത്യേക കാര്യം വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ്. ഒത്തിരി തവണ പറഞ്ഞാണ്, വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാണ്. കാരണം എനിക്ക് വരുന്ന ചില കോളുകളുടെ അടിസ്ഥാനം, ചില കോളുകൾ, അതായത് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറുകയാണ്, അപ്പൊ ഈ നായനെ ഞങ്ങൾ കളയാനും വയ്യ, ഞങ്ങൾ പൊന്നു പോലെ നോക്കിയാണ്, ഞങ്ങൾ ജീവനെ പോലെ നോക്കിയാണ്, അപ്പൊ കളയാൻ വയ്യ, വേറൊരാളെ ഏൽപ്പിക്കണമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വീട് മാറുമ്പോൾ നിങ്ങളെ കുറിച്ച് മാത്രം, നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന പുതിയ വീട്ടിലേക്ക് നിങ്ങളെ കുറിച്ച് മാത്രം, നിങ്ങളെ അമ്മ, അച്ഛൻ, മക്കൾ, ഭാര്യ, നിങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ചോളൂ. അതൊരിക്കലും പാടില്ല. നിങ്ങളെ കൂടെ ഇത്ര കാലം നിങ്ങൾ സ്നേഹിച്ച് വളർത്തിയിരുന്ന ആ മിണ്ടാപ്രാണിയെ കൂടി നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ പോകുമ്പോൾ ആ മിണ്ടാപ്രാണി നിങ്ങളോടൊപ്പം എവിടെയാണെങ്കിലും മരിക്കാൻ പോലും നിങ്ങളോടൊപ്പം വരാൻ തയ്യാറാവുന്ന ഒരേ ഒരു ജീവി, അത് മിണ്ടാപ്രാണിയാണ്, ആ നായയാണ്. വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മിണ്ടാപ്രാണിയും കൂടി ആലോചിക്കുക. കാരണം ആ കുഞ്ഞിനെ നിർത്താൻ കൂടി കഴിയുന്ന ഒരു വീടും മാത്രം നോക്കിയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് നിങ്ങൾ മാറാവൂ. അല്ലാതെ ഇത്ര കാലം സ്നേഹിച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ കാരണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ അതിന്റെ മരണം വരെ നിങ്ങളുടെ കൂടെ തന്നെ അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് പുതിയ വീട്ടിലേക്ക് അല്ല വാടക വീട്ടിലേക്കൊക്കെ മാറുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന മിണ്ടാപ്രാണികളോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന, അതിനെ അനുവദിക്കുന്ന ഒരു ക്വാർട്ടേഴ്സിലേക്ക്, വീട്ടിലേക്ക്, വാടക വീട്ടിലേക്ക് മാറാൻ ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവനെ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. മറക്കരുത്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ല വരട്ടെ. സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. ടാറ്റാ.